ഡെമോൺസ്ട്രേറ്റ് റാദർ ദാൻ അസേർട്ട് ഹൗ യു ഫീൽ. അതായത് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അതിനെ വാക്കുകൾ കൊണ്ട് പലപ്പോഴും നമുക്ക് പറയാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മുടെ പ്രവൃത്തി കൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഇത് പറയാനായിട്ട് ചെറിയൊരു ഉദാഹരണം പറയുകയാണ്. ജപ്പാനിലെ ഒരു രീതിയെക്കുറിച്ച് പറയുകയാണ്. ഇപ്പൊ ജപ്പാനിൽ ഒരു വ്യക്തി ഒരു വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ നമ്മൾ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണ്. നല്ല ചൂടുള്ള ഒരു സമയമാണ്, വേനൽക്കാലമാണ്, നട്ടുച്ചയ്ക്കാണ് ആ ഒരു വ്യക്തി വരുന്നതെങ്കിൽ ആ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു അതിഥി വരുന്നതിന് മുമ്പായിട്ട് ആ ഒരു വാതിലിന് പുറത്ത്, ഗേറ്റിന് പുറത്തായിട്ട് കുറെ വെള്ളം തളിക്കും. വെള്ളം തളിക്കുന്ന വേറൊന്നുമില്ല, അവർ നടന്നു വരുന്ന സമയത്ത് ആ തറയിൽ ചെറിയൊരു തണുപ്പുണ്ടാകും, ചെറിയൊരു ആശ്വാസം തോന്നും. കാരണം നല്ല വെയിലത്തായിരിക്കും നടന്നവർ വരുന്നത്, അല്ലെങ്കിൽ യാത്ര ചെയ്ത് വരുന്നത്. അപ്പം അവർക്കൊരു ചെറിയൊരു ആശ്വാസം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന, ആർക്കും ദോഷമില്ലാത്ത രീതിയിലുള്ള ഒരു കാര്യം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു നനവ് കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഇത് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്കറിയാം. കാര്യം നട്ടുച്ചയ്ക്ക് ആരും ഈ പറഞ്ഞ പോലെ ഗേറ്റിന്റെ അവിടെയോ അല്ലെങ്കിൽ വാതിലിന്റെ അവിടെയോ വെള്ളം തളിക്കാറില്ല. അപ്പൊ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവർ എന്നെ വെൽക്കം ചെയ്യാനായിട്ട്, സ്വാഗതം ചെയ്യാനായിട്ട് ചെയ്തതാണ് എന്നുള്ളത് തോന്നുമ്പോൾ തന്നെ ആ ഒരു വരുന്ന അതിഥിക്ക് നല്ലൊരു സന്തോഷം തോന്നും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക, പ്രത്യേകിച്ചും ചൂട് സമയത്ത് വരുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ എന്താ പറയുന്ന ഒരു നല്ല ആതിഥേയൻ എന്നുള്ള രീതിയിൽ അവരെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ വാക്കുകളോട് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരണേ എന്ന് നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് പോലും വെള്ളം പോലും നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫീലിങ്ങും നമ്മുടെ ആ ഒരു പറയുന്ന വാക്കുകളും തമ്മിൽ യാതൊരു ബന്ധമില്ല. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മലയാളികളുടെ മിക്ക ആളുകളുടെയും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാറില്ല എന്നുള്ള സത്യമാണ്. നമ്മൾ വർത്തമാനമൊക്കെ പറയും, ചായയൊക്കെ ഇടുമായിരിക്കും, പലഹാരം കൊണ്ടുവരുമായിരിക്കും. പക്ഷേ വടക്കേ ഇന്ത്യയിലുള്ള പല വീടുകളിലും ഞാൻ പോയിട്ടുള്ളതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയുകയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ട വീടാണെങ്കിൽ പോലും വലിയൊരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം അവർ ആദ്യം തരും. അത് കുടിച്ചതിന് ശേഷം മാത്രമേ ചായയും ബാക്കിയുള്ള സൽക്കാരത്തിലേക്ക് അവർ പോവുള്ളൂ. കാരണം പലപ്പോഴും നമുക്ക് മനുഷ്യന് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന വെള്ളം തന്നെയാണ്. ഇത് വളരെ ചെറിയൊരു കാര്യം ഇവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ ശരിക്കും ഒരാൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മൾ എന്ത് പ്രവൃത്തിയാണ്